ഈ വർഷത്തെ പി വി സ്വാമി മെമ്മോറിയൽ പുരസ്കാരം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഗോകുലം ഗോപാലിന് സമ്മാനിച്ചു. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയായിരുന്നു പുരസ്കാരം സമ്മാനിച്ചത്. അഭിമാന മുഹൂർത്തമെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ മഹത് വ്യക്തിത്വം പി വി സ്വാമിയുടെ പേരിലുള്ള പുരസ്കാരം ഗോകുലം ഗോപാലൻ ഏറ്റുവാങ്ങി. കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ തിങ്ങി നിറഞ്ഞ ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള പുരസ്കാരം സമ്മാനിച്ചു. വാസ്തവത്തിൽ അക്കാഡമിക് യോഗ്യതയല്ല ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നത്, പ്രായോഗിക ജ്ഞാനമാണ്, അനുഭവ സമ്പത്താണ്. അനുഭവ സമ്പത്തിൽ വിജയിക്കുന്ന ഒരാളിന് മാത്രമേ വിജയശീലാളനായി ജീവിതത്തിൽ അവരുടെ സംരംഭങ്ങൾ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഏതാണ്ട് ഗോപാലൻ സ്ഥിതിയും അതാണ്. എൻ്റെ നാട്ടിൽ കോഴിക്കോട്ടുകാരൻ തന്ന ഒരാളാണ്. കോഴിക്കോട്ടിൻ്റെ സ്മരണത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടുകാരാൻ പിന്നെ ഇതിന് ജഡ്ജിയായിട്ട് നിന്ന ആളുകൾ എല്ലാവരും തന്നെ മേൽനോട്ടത്തിലൊരു അവാർഡ് എനിക്ക് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പി വി സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റ് ട്രസ്റ്റി പി വി നിതീഷ് നടത്തിയ സ്വാഗത പ്രസംഗത്തോടെയായിരുന്നു ചടങ്ങിന്റെ തുടക്കം. ഒരു കറ കളഞ്ഞ നേതാവ് അല്ലെങ്കിൽ വ്യക്തിത്വം നമുക്ക് ഇദ്ദേഹം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനേജിംഗ് ട്രസ്റ്റി പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഗോകുലം തെക്കേ ഇന്ത്യയിലെ ഓരോ വീട്ടിലും സുപരിചിതമായ ഒരു പോരാളി പേരായി മാറിയിരിക്കുന്നു. പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമുണ്ട്, നിശ്ചയദാർഢ്യവുമുണ്ട്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രശസ്തി പത്രം സമർപ്പിച്ചു. മേയർ ബീന ഫിലിപ്പ് പൂച്ചെണ്ടുകൾ സമ്മാനിച്ചു. എം കെ രാഘവൻ എം പി പുരസ്കാര ജേതാവിന് പൊന്നാട ചാർത്തി. പി വി ഗംഗാധരന്റെ മക്കളായ ഷെഖിനയും ഷർഗയും ചേർന്ന് പുഷ്പഹാരം അണിയിച്ചു. മിനി രാജേഷ് പ്രശസ്തി പത്രം വായിച്ചു. മുൻ എം പി ബിനോയ് വിശ്വം, എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ, പുരസ്കാര നിർണയ സമിതി അംഗം സത്യൻ അന്തിക്കാട് എന്നിവർ ആശംസകൾ നേർന്നു. പി വി എസ് സൺറൈസേഴ്സ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ജയ്കിഷ് ജയരാജ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.